കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവിന്റെ ഫിസിക്കൽ ആപ്ലിക്കേഷൻ ആയ വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ജോമെട്രിക്കൽ ആപ്ലിക്കേഷൻ ആയ സ്ലോപ്പിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതൊരു ലൈനിന്റെ സ്ലോപ്പ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇനി കാണാൻ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y is equal to 5x square minus 3x plus 1 at the point x naught is equal to 1. അതായത് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് തന്നുള്ളത്. y is equal to 5x square minus 3x plus 1 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ x naught is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എക്സ് നോട്ടിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കാം? 1 ആണ് ഇവിടെ എക്സ് നോട്ട്, അപ്പോൾ 1 കൊടുത്തു. എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് വൈ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതെന്ന് പറഞ്ഞാൽ 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1. അപ്പോൾ എക്സിന്റെ സ്ഥലത്ത് 1 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. അതേപോലെ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് ആണ്, അതായത് എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എക്സിന്റെ സ്ഥലത്ത് 1 കൊടുത്ത് വാല്യൂ കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5 ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 1 മൈനസ് 5 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 1. ഇനി ഇവിടെ 1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയറിന്റെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് മൊത്തമാണ് 5 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് 3 ആണ് ഇവിടെ കൊടുത്തത്. ഇത് മൊത്തം സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 ഡെൽറ്റ എക്സ് പ്ലസ് 5 ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ എക്സ് രണ്ട് ടേമിലും ഉണ്ട് കോമൺ ആയിട്ട്, അത് ഔട്ട് സൈഡ് എടുക്കുക. ഡെൽറ്റ എക്സ് ഔട്ട് സൈഡ് എടുത്തു. ഡെൽറ്റ എക്സ് 7 ഡെൽറ്റ എക്സിന് ഡെൽറ്റ എക്സ് എടുത്താൽ 7 ആണ്. 5 ഡെൽറ്റ എക്സ് സ്ക്വയറിന് ഡെൽറ്റ എക്സ് ഔട്ട് സൈഡ് എടുത്താൽ 5 ഡെൽറ്റ എക്സ് ആണ്. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു. 7 പ്ലസ് 5 ഡെൽറ്റ എക്സ് കിട്ടി. ഈ ഡെൽറ്റ എക്സ് സ്മോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. സ്മോൾ ആയതിനെക്കൊണ്ട് നിയർ ടു 0 ആണ്. അപ്പോൾ 7 പ്ലസ് 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 7 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 7 ആണ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതേപോലെ y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണാന്ന് വെച്ചാൽ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എങ്ങനെയാണ് കാണാന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ സ്ലോപ്പ് കാണാനും വെലോസിറ്റി കാണാനൊക്കെ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെയാണ്. ഡെറിവേറ്റീവിന്റെ അപ്ലിക്കേഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡെൽറ്റ എക്സ് മുകളിലും താഴെയും ക്യാൻസൽ ചെയ്യുക, പോസിബിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഡെൽറ്റ എക്സ് നമ്മൾ നിയർ ടു 0 കൊടുക്കുക. നിയർ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഡെറിവേറ്റീവ്, സ്ലോപ്പ്, ഈ 4 സംഭവം നമ്മൾ ഒരേ സ്റ്റെപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം സ്റ്റെപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെയിം മെത്തേഡാണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പോവാണ്. നോക്കുക, യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് നോട്ട് ഗിവൺ ബിലോ. എ ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ഈച്ച് കേസ്. അതായത് ക്വസ്റ്റ്യനിൽ എ എന്നാണ് തന്നുള്ളത്, നമ്പറിന് പകരം ഇവിടെ ഒരു എ തന്നിട്ടുണ്ട്. ആ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതേപോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 ആണ് തന്നുള്ളത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്തായി മാറും? എക്സ് നോട്ടിന് സ്ഥലത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് നോട്ട്. ഫംഗ്ഷൻ നോക്കുക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ ആണ്. എ ഇൻറ്റു
1 plus delta x all square minus a into 1 square divided by delta x. അപ്പോൾ 1 plus next step 1 plus delta x all square കണ്ടുപിടിക്കുക. a into 1 plus 2 delta x plus delta x square minus 1 square 1 ആണ്. അപ്പോൾ a into 1 minus a കൊടുത്തു. ഇനി a ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഈ എയും ഈ മൈനസ് എയും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് നോക്കുക. 2a delta x plus a delta x square divided by delta x. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഈ എന്ത് ചെയ്യുക? 3 ഡെൽറ്റ എക്സ് ഔട്ട്സൈഡ് എടുക്കുക. രണ്ട് ടേമിനും ഡെൽറ്റ എക്സ് ഉണ്ട്. ഡെൽറ്റ എക്സ് ഔട്ട്സൈഡ് എടുത്തു. ഈ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യുക. ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നോക്കുക. 2a plus a delta x എന്ന് കിട്ടും. നമ്മൾ എന്താ ചെയ്യുന്നത്? എപ്പോഴും ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആയിട്ട് നമ്മൾ എടുക്കും. നിയർ ടു 0 ആക്കും. 2a plus a delta x എന്ന് പറയുന്നത് എന്തായി മാറും? ഇവിടെ a delta x 0 ആയി മാറും. അപ്പോൾ 2a എന്ന് മാത്രം കിട്ടും. അപ്പോൾ f dash of 1 എന്ന് പറയുന്നത് 2a ആണ്. ഈ എക്സാമിന് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണണമെന്ന് പറഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് തന്നെ പോകണം. അല്ലാതെ ജസ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് പഠിച്ച പോലെ ചെയ്താലും മതി. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണ്. ഈ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് നിങ്ങൾ ബി ക്വസ്റ്റ്യൻ ചെയ്യണം. Suppose that m is a constant, differentiate f of x is equal to mx plus 2 at x naught is equal to 10. അപ്പോൾ ഇവിടെ x naught എന്ന് പറയുന്നത് 10 ആണ്. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ mx plus 2 ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആവശ്യമുള്ള സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എഴുതി ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് മൊത്തം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണ്. ഈ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുക. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി or a, b, c are constant, that x naught be any real number, then f dash of x naught is equal to 2ax naught plus b. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എന്താണെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 2ax naught plus b. നിങ്ങൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുണ്ടാവും. എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെന്നും ബി എക്സിന്റെ ഡെറിവേറ്റീവ് ബി ആണെന്നും കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണെന്നും. ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ജസ്റ്റ് പ്രൂവ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് കൊടുക്കുക എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് സി മൈനസ് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഒറ്റയടിക്ക് മൈനസ് മൊത്തം ടേംസിന് കൊടുക്കും. എക്സ് നോട്ട് സ്ക്വയർ മൈനസ് ബി എക്സ് നോട്ട് മൈനസ് സി. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ യൂസ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2ax നോട്ട് പ്ലസ് ബി പ്ലസ് എ ഡെൽറ്റ എക്സ് എന്നുള്ള ടേമിലേക്ക് എത്തിമാറും. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായി മാറും? ഇവിടെ 2ax നോട്ട് പ്ലസ് ബി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 2ax നോട്ട് പ്ലസ് ബി എന്നുള്ള ആൻസറിലേക്ക് മാറും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 8x വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു -2. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ ഫംഗ്ഷൻ തന്നെ സെയിം ഫംഗ്ഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 1/2 കണ്ടുപിടിക്കണം. നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² പ്ലസ് 8x ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ആയിരിക്കണം. എക്സ് സ്ക്വയറിന്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥലത്ത് എന്താ ഉള്ളത് നോക്കുക? 3. ബിന്റെ സ്ഥലത്ത് 8. സി എന്ന് പറഞ്ഞ ടേം ഇവിടെ ഇല്ല. അതായത് +0 എന്നാണ് വരിക. ഇത് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പൊ സി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് എന്തറിയാം? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x നോട്ട് പ്ലസ് ബി ആണെന്നറിയാം. നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് -2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 3 ആണ്. 2 ഇൻറ്റു 3 ഇൻറ്റു -2 പ്ലസ് ബി എന്ന് പറയുന്നത് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂള്. ഇനി നോക്കുക. ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. എക്സ് നോട്ട് ഈക്വൽ ടു 1/2 അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ബാക്കിയുള്ളത് നോക്കാം.